ഒരു ഡേറ്റിംഗ് നടക്കുന്ന സമയത്തോ അതുമല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്തോ പലപ്പോഴും സ്ത്രീകൾ ഒരു പുരുഷനെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു പുരുഷനെ കൂടുതൽ മനസ്സിലാക്കാനും അയാളുടെ സ്വഭാവവും പെരുമാറ്റവുമൊക്കെ എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കി വെക്കാനും അതുപോലെ ഇയാൾ തനിക്ക് പറ്റിയ ഒരാളാണോ എന്ന് തന്നെ ഉറപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് പലപ്പോഴും സ്ത്രീകൾ ഇത്തരത്തിൽ പുരുഷന്മാരെ പരീക്ഷിക്കാറ് അഥവാ ടെസ്റ്റ് ചെയ്യാറ്. എന്നാൽ പല സിറ്റുവേഷൻസിലും സ്ത്രീകൾ നടത്തുന്ന ഇത്തരം പരീക്ഷണങ്ങളിൽ പല പുരുഷന്മാരും പലതവണ തോറ്റുപോകാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഒരു പരീക്ഷണം നമ്മൾ നേരിടുമ്പോൾ ഒരിക്കലും അവരുടെ ആ പരീക്ഷണത്തെ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ളതാവരുത് നമ്മുടെ ലക്ഷ്യം. മറിച്ച് നമ്മൾ എത്രത്തോളം വൈകാരികമായി പക്വതയുള്ള വ്യക്തിയാണ് അഥവാ ഇമോഷണലി മെച്യൂറായിട്ടുള്ള ഒരാളാണ്, അതുപോലെ നമ്മൾ എത്രത്തോളം ആത്മാഭിമാനിയായിട്ടുള്ള അഥവാ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണെന്നൊക്കെ ഉള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് സത്യത്തിൽ ഇതിലൂടെ വേണ്ടത്. ഇത്തരത്തിൽ സ്ത്രീകൾ നിങ്ങളെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്ന ചില കോമൺ ആയിട്ടുള്ള സിറ്റുവേഷൻസും അത്തരം സിറ്റുവേഷൻസിനെ എങ്ങനെ ഡീല് ചെയ്യണം അല്ലെങ്കിൽ അതിനോടെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നതിനെയൊക്കെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത്തരം വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ആദ്യത്തെ സിറ്റുവേഷൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളോട് അതിപ്പോൾ എന്തു തന്നെയാണെങ്കിലും അവരതിനോട് വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ളതാണ്. പല സന്ദർഭങ്ങളിലും സ്ത്രീകൾ നല്ല നല്ല അഭിപ്രായങ്ങളോട് പോലും ഒരു വിയോജിപ്പ് കാണിക്കാറുണ്ട്. അത് പക്ഷേ അത്തരം വിയോജിപ്പുകളോട് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും അവരങ്ങനെ ചെയ്യാറ്. ഇത്തരം സന്ദർഭങ്ങളിൽ പല പുരുഷന്മാരും ഒന്നെങ്കിൽ അതിനോട് ഓവർ റിയാക്ട് ചെയ്യും, അതുമല്ലെങ്കിൽ അവരതിനോട് ദേഷ്യപ്പെടും. എന്നാൽ നിങ്ങൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ട ശരിയായ രീതി എന്ന് പറയുന്നത് ആദ്യം ശാന്തമായി നിന്ന ശേഷം നിങ്ങളുടെ ആ ഒപ്പീനിയനോടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ അത് വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു റെസ്പോൺസ് അവർക്ക് കൊടുക്കുന്നതിലൂടെ അവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് സത്യത്തിൽ വെളിപ്പെടുന്നത്. ഇനിയും രണ്ടാമത്തെ സിറ്റുവേഷൻ, അവര് നിങ്ങളെ പരിഹസിക്കുന്നു അഥവാ കളിയാക്കുന്നുണ്ടെങ്കിൽ. സ്ത്രീകൾ ചെറിയ രീതിയിലൊക്കെ പുരുഷന്മാരെ പരിഹസിക്കുന്നത് പലപ്പോഴും അവരതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചെക്ക് ചെയ്യാനും അതുപോലെ അത്തരം പരിഹാസങ്ങളിൽ അവരെ ഇൻസെക്യൂർ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും കൂടിയിട്ടാണ്. ഇത്തരം സിറ്റുവേഷനോട് പ്രതികരിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഒട്ടും തന്നെ പേഴ്സണലായിട്ട് എടുക്കാതെ അതിനെ ഒരു ലൈറ്റ് ഹ്യൂമറായിട്ട് തന്നെ കൗണ്ടർ കൊടുക്കുക എന്നുള്ളതാണ്. അവരെ കളിയാക്കുന്ന അതേ നാണയത്തിൽ തന്നെ തിരിച്ചും അവരെ കളിയാക്കാൻ ശ്രമിക്കുക. അസ്ഥാനത്തെ കോമഡിയോ ചളിയോ ഒന്നും അടിക്കാതെ ലൈറ്റ് ഹ്യൂമർ സെൻസോടെ അതിന് റെസ്പോണ്ട് കൊടുക്കുക. ഇതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസും അതുപോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയുമാണ് സത്യത്തിൽ ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ, ആവശ്യത്തിനോ അനാവശ്യത്തിനോ അവർ നിങ്ങളോട് തർക്കിക്കാൻ നിൽക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് ആദ്യം അവർ പറയുന്ന കാര്യം അത് കറക്റ്റായി കേൾക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അതിന് റെസ്പെക്റ്റോടുകൂടി തന്നെ ഒരു റെസ്പോൺസ് കൊടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനൊരു റെസ്പോൺസ് കൊടുക്കുന്നതിലൂടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ള ചിത്രമാണ് അവർക്ക് കിട്ടുന്നത്. ഇത് അവർക്ക് നിങ്ങളോടുള്ള ഒരു വിശ്വാസവും ബഹുമാനവും ഉണ്ടാകാൻ കാരണമാകുന്നു. ഇനി നാലാമത്തെ സിറ്റുവേഷൻ, അവര് നിങ്ങളിൽ നിന്നും അകൽച്ച കാണിക്കുമ്പോൾ. ചില സ്ത്രീകൾ അവരുടെ പാർട്ട്ണറിൽ നിന്നും മനഃപൂർവ്വം ഒരു അകൽച്ച കാണിക്കാറുണ്ട്. അത്തരം സിറ്റുവേഷൻസിനോട് അവരുടെ പാർട്ട്ണർ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇത്തരം സിറ്റുവേഷൻസിലാണ് പല പുരുഷന്മാരും ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇത്തരം സിറ്റുവേഷൻസിൽ കൊടുക്കേണ്ട ശരിയായിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ഓവറായിട്ട് റിയാക്ട് ചെയ്യാതെ, അവർക്ക് ഒരുപാട് മെസ്സേജ് അയക്കാതെ, വിളിക്കാതെ അവർക്ക് വേണ്ട സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ അവരുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ നിങ്ങളുടെ റൂട്ടീൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അത് അതേപടി കണ്ടിന്യൂ ചെയ്യുക. ഇത് നിങ്ങൾ എത്രത്തോളം ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്നും അതുപോലെ നിങ്ങൾ എത്രത്തോളം മാച്യൂറായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും എടുത്തു കാണിക്കുന്ന കാര്യമാണ്. ഇത്തരം പ്രതികൂല സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭാഗം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതും അതുപോലെ ഓവർ റിയാക്ട് ചെയ്യുന്നതും ദേഷ്യപ്പെടുന്നതുമൊക്കെ ഇതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും കൊണ്ടുവരിക. അതുകൊണ്ട് ഇത്തരം സിറ്റുവേഷൻസിനെ ശാന്തമായിട്ടും അതുപോലെ ഹെൽത്തി ആയ രീതിയിലും നേരിടാൻ പരിശീലിക്കുക. സോ ഈ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.